നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്. തൃശൂരിൽ ലഹരി വിമുക്തി സന്ദേശ വോക്കത്തോൺ സംഘടിപ്പിച്ചു സഹൃദയ വിദ്യാർത്ഥികൾ. കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തിയുടെ ഭാഗമായി തൃശൂർ സ്വരാജ് റൗണ്ടിൽ സൈക്കിൾ റാലിയും വോക്കത്തോണും സംഘടിപ്പിച്ചു. വോക്കത്തോൺ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം അരുവിക്കര പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കാട്ടുതേനീച്ചയുടെ കുത്തേറ്റു. കുത്തേറ്റവർ വെള്ളനാട് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ തേടി. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് കൊടുങ്ങല്ലൂരിലെ ആരാധനാലയങ്ങൾ സന്ദർശിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം, ചേരമാൻ ജുമാ മസ്ജിദ് എന്നിവിടങ്ങളാണ് ഗവർണർ സന്ദർശിച്ചത്. പോത്തുകല്ല് മുണ്ടേരിയിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. മരിച്ചത് മുണ്ടേരി സ്വദേശി റിനേഷ്. വീടിന് പുറത്തെ ബാത്റൂമിലെ ബൾബ് മാറ്റുന്നതിനിടെ ഷോക്ക് കേൾക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ ചാലക്കുടിയിൽ അരി വിതരണത്തിലെ അഴിമതി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന ആവശ്യം ശക്തം. LDFന്റെ നേതൃത്വത്തിൽ കുറ്റിക്കാട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഓണത്തിന് വിതരണം ചെയ്തത് കാലപ്പഴക്കം ചെന്ന അരിയെന്നും സംഭവത്തിൽ ഭരണസമിതി ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയെന്നും സമരക്കാർ. തൃശൂർ ചാലക്കുടി കാടുകുറ്റി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ധീരജവാന്മാരെ ആദരിച്ചു. യോഗത്തിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കാടുകുറ്റി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡെ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പാലപ്പിള്ളയിൽ ജനവാസ മേഖലയിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. കുണ്ടായി സ്വദേശി റഷീദിന്റെ 2 വയസ്സ് പ്രായമുള്ള മൂരിക്കുട്ടിയാണ് ചത്തത്. കുണ്ടായി എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിനോട് ചേർന്നുള്ള തോട്ടത്തിലാണ് മൂരിക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മലപ്പുറം വളാഞ്ചേരിയിൽ സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ 19ാം ജില്ലാ കൺവെൻഷൻ നാളെ. കൺവെൻഷൻ CATU ജില്ലാ ജനറൽ സെക്രട്ടറി VP സക്രി ഉദ്ഘാടനം ചെയ്യും. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് C വിജയലക്ഷ്മി അധ്യക്ഷയാകും. തിരുവനന്തപുരം നെടുമങ്ങാട് കാൽവഴുതി കിണറ്റിൽ വീണ റിട്ടയർഡ് അധ്യാപകൻ മരിച്ചു. വേങ്കവിള മണ്ഡപംവിള ദേവമാതാ കോളേജ് റിട്ടയർഡ് അധ്യാപകൻ സെബാസ്റ്റ്യൻ ആണ് മരിച്ചത്. കിണറിന്റെ സംരക്ഷണ ഭിത്തി വൃത്തിയാക്കുന്നതിനിടയിൽ 25 അടി താഴ്ചയുള്ള കിണറിൽ വീണാണ് അപകടം. KCB ചങ്ങനാശ്ശേരി ഇലക്ട്രിക്കൽ ഡിവിഷന്റെ നേതൃത്വത്തിൽ ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു. ജോ മൈക്കിൾ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ, ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മിനി തുടങ്ങിയവർ പങ്കെടുത്തു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട അഭിനേത്രി സുകുമാരിയുടെ സ്മരണക്കായി സ്കൂളും മ്യൂസിയവും ഒരുങ്ങുന്നു. കന്യാകുമാരിയിലെ റൂറൽ ഇസ്ലാം സെന്റർ ഫോർ ഹയർ എഡ്യൂക്കേഷനിൽ ആദ്യത്തെ മൾട്ടിമീഡിയ ആൻഡ് ഫിലിം ടെക്നോളജി സ്കൂൾ ആരംഭിക്കും. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളോട് കൂടിയ സ്ഥാപനത്തിനൊപ്പം സുകുമാരി മ്യൂസിയവും സജ്ജമാക്കും. ശിലാസ്ഥാപനം മമ്മൂട്ടി നിർവഹിച്ചു. പ്രമുഖ വ്യവസായി രത്തൻ ടാറ്റ ആശുപത്രിയിൽ. പതിവാരോഗ്യ പ്രശ്നങ്ങൾക്കാണ് ആശുപത്രിയിലെത്തിയതെന്നും അഭ്യൂഹം പ്രചരിപ്പിക്കരുതെന്നും രത്തൻ ടാറ്റ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ടാറ്റ ഗ്രൂപ്പിന്റെ മുൻ ചെയർമാനാണ് രത്തൻ ടാറ്റ. കൊല്ലം ശാസ്താംകോട്ടയിൽ കൊടിക്കുന്നിൽ സുരേഷ് MPക്കും മെമു ട്രെയിനിനും സ്വീകരണം നൽകി. കൊല്ലം എറണാകുളം സ്പെഷ്യൽ മെമു സർവീസ് അനുവദിച്ചതിനാണ് MPക്ക് കോൺഗ്രസ് ശാസ്താംകോട്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. സ്വീകരണ സമ്മേളനം DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ SYS 70ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി സംസ്ഥാന നേതാക്കൾ പര്യടനം നടത്തി. അന്തിക്കാട് നടന്ന പര്യടനം SYF സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വഹ സഖാഫി ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 27, 28, 29 തീയതികളിൽ തൃശൂർ ആമ്പല്ലൂരിലാണ് സമ്മേളനം നടക്കുന്നത്. തൃശൂർ സേവ് ഗുരുവായൂർ മിഷൻ പ്രസിഡന്റും നടനുമായ ശിവജി ഗുരുവായൂരും ജനറൽ സെക്രട്ടറി അജു M ജോണിയും നടത്തിയ അനിശ്ചിതകാല നിരാഹാരം അവസാനിച്ചു. ഗുരുവായൂരിലെ ഭക്തജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. എക്സിക്യൂട്ടീവ് യോഗത്തിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചതെന്ന് സെക്രട്ടറി അജു M ജോണി അറിയിച്ചു. പരിമല പമ്പ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ബുധനൂർ YMA ജേതാക്കൾ. ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് DC പരിമലയുടെ നേതൃത്വത്തിൽ. വിജയികൾക്ക് സ്റ്റാലിന്റെ പിതാവ് KG സെബാസ്റ്റ്യൻ ട്രോഫികൾ വിതരണം ചെയ്തു. തൃശൂർ ഗുരുവായൂരിലെ അഷ്ടമിരോഹിണി കലാസംഘത്തെ തിരുപ്പതി ദേവസ്ഥാനത്തേക്ക് യാത്രയാക്കി. സംഘം യാത്രയായത് തിരുമല തിരുപ്പതി ദേവസ്ഥാനത്ത് ബ്രഹ്മോത്സവത്തിന്റെ ഭാഗമായുള്ള ഗരുഡ സേവാ ചടങ്ങിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ. തിരുപ്പതി ദേവസ്ഥാനത്ത് നിന്നുള്ള പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് സംഘം യാത്രയായത്. ആറ്റിങ്ങലിൽ MDMAയുമായി യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് ചിറ്റാറ്റിൻകര സ്വദേശി രജുലാൽ. ആറ്റിങ്ങൽ കരിച്ചേൽ ഭാഗത്ത് വിൽപ്പന നടത്തുമ്പോഴാണ് പോലീസ് സംഘം ഇയാളെ പിടികൂടിയത്.
തിരുവനന്തപുരം ജില്ലാ റൂറൽ വാഹന പരിശോധനയിൽ റെക്കോർഡ് കളക്ഷൻ കരസ്ഥമാക്കി വർക്കല അരിയൂർ പോലീസ് സ്റ്റേഷൻ. സെപ്റ്റംബർ മാസം മുതൽ നടന്ന വാഹന പരിശോധനയിൽ പിഴ ഈടാക്കിയത് 14 ലക്ഷത്തിലധികം രൂപ.